അപ്പം നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലെക്സ് ആണ്. ആക്ച്വലി ഫ്ലെക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്നുണ്ട്. ഈ വെബ്സൈറ്റിനെ ഓരോ ഏരിയയിലേക്കാക്കി ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുന്ന ഒരു രീതിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു CSS പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുക ഈ ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ പ്രത്യേക എലമെൻ്റ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവ്, സ്പാന് ഇതൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോവുക. പിന്നെ ഫ്ലെക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ലേഔട്ടൊക്കെ സെറ്റ് ചെയ്യുക ഒരുവിധം ഫ്ലെക്സ് വെച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. അത് നമുക്ക് ഇവരെ ഡോക്യുമെൻറ്റേഷൻ രീതിയിൽ നോക്കാം. എനിക്ക് തോന്നുന്നത് വെബ് ലേഔട്ട് ഇതിൽ ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. നമുക്കത് ഗൂഗിളിൽ അടിച്ചിട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ CSS ഫ്ലെക്സ് ബോക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുന്നത് ഒരു ലേഔട്ടൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, അത് നമുക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതാണ് നമ്മളെ ബോഡി, ഈ ബ്ലൂ കളറിലുള്ളത്. അതിനകത്ത് 1 2 3 4 5 6 7 8 എന്നൊക്കെ പറയുന്നത് എന്താണ്, ഓരോ ഡിവോ സ്പാനോ എന്തെങ്കിലുമായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ഫ്ലെക്സിൽ ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തത് കൊണ്ടാണ് ഇത് വരുന്നത്. ഓക്കെ, നമുക്കത് 1 by 1 ആയിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഒരു ഫ്ലെക്സ് കണ്ടെയ്നർ. ഓക്കെ, ഈ ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഈ ഒരു ഹെഡിങ് ആണ്. ഇതിനകത്ത് ഇതിന് താഴെ എന്ത് വന്നിട്ടുണ്ട്, ഒരു മെയിൻ ഡിവ് വന്നിട്ടുണ്ട്. ആ ഡിവിനകത്ത് കുറച്ച് സബ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ സബ് ഐറ്റംസ് വന്നിട്ടുണ്ട്. 1 2 3 എന്ന് പറഞ്ഞ് 3 ഡിവിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് കൊടുത്ത സമയത്ത് നമ്മളെ ഈ ഒരു സൈറ്റിൽ വന്ന ഡിഫറൻസ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഇൻ കേസ് ഇനി അത് ഫ്ലെക്സ് കണ്ടെയ്നർ ഞാൻ ജസ്റ്റ് ഒരു എക്സ് മുന്നിലിട്ട്, അപ്പോൾ എന്തായി, ഇത് മാച്ചിങ് ആവാതെ വന്നു, ഇത് വർക്കാവില്ല. ഇതാണ് നമ്മൾ നോർമലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു രൂപം. ഓക്കെ, ഇനി എന്താണ് ഫ്ലെക്സ്, ഇത് കൊടുത്തപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ആ ഫ്ലെക്സ് കണ്ടെയ്നർ എന്നുള്ള ക്ലാസ്സിനകത്തോട്ട് പോകാം. ഇതാണ് ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ, ഇതെന്താണ്, ഫ്ലെക്സ് കണ്ടെയ്നറിനകത്തുള്ള ഡിവ്. ആ രീതിയിലാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുത്തപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്, ഒരു ബ്ലൂ കളർ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ. ഫ്ലെക്സ് കണ്ടെയ്നറിനകത്ത് ഡിസ്പ്ലേ എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് അതിൻ്റെ വാല്യൂ ഫ്ലെക്സ് കൊടുത്തു. ഈ ഡിസ്പ്ലേക്ക് വാല്യൂ വേറെയും കുറേ വരുന്നുണ്ട്. ഡിസ്പ്ലേ എന്നുള്ളതിന് ബ്ലോക്ക്, ഇൻലൈൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ജസ്റ്റ് അതെടുത്ത് കട്ട് ചെയ്യാണ്. ഓക്കെ, ഫ്ലെക്സ് എടുത്ത് ഒഴിവാക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഡിവ് സാധാരണ നോർമൽ ഡിവ് വരുന്ന രീതിയിലാണ് വന്നത്. അതായത് താഴോട്ട് വരുന്ന രീതിയിൽ. ഇതിന് ഈ മാർജിനും പാഡിങ്ങും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇത്ര സ്പേസിംഗ് ഒക്കെ നിൽക്കുന്നത്. അതും മേ ബി നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ നമ്മളെ രീതിയിൽ തന്നെ വന്ന് ഫോണ്ട് സൈസും ബാക്ക്ഗ്രൗണ്ട് ഫോണ്ട് സൈസ് കൊടുത്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ഒരു സൈസിൽ നിൽക്കുന്നത്. അതൊക്കെ മുന്നേ പഠിച്ചതാണ്. ഇപ്പോൾ അവിടെ എടുക്കട്ടെ. നമുക്ക് ഈ ഫ്ലെക്സ് മാത്രം ഒഴിവാക്കിയിട്ട് നോക്കാം.
ഫ്ലെക്സ് ഒഴിവാക്കിയ സമയത്ത് വന്നിട്ടുള്ള ഒരു രീതിയാണ് ഈ ഒരു മോഡൽ. ഇനി ഫ്ലെക്സ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്താണ്, ഇതൊന്ന് നമുക്ക് നോക്കാം. ഒന്നൊരു ഈ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ വേണ്ട സ്പേസ് മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാം ആ ഒരു സിംഗിൾ റോയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്ലെക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, താഴോട്ട് വരുന്നതിന് പകരം ഇതെന്തായി ഒരു ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഒരു പ്രോപ്പർട്ടി. ഇതിന് കുറേ പ്രോപ്പർട്ടി ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രീതിയിൽ വെബ്സൈറ്റ് ലേഔട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലേഔട്ട് സെറ്റ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ അല്ലേ? നോർമലി നമ്മൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലായിട്ടാണ് ലിസ്റ്റ് ചെയ്യുക. ഇത് കൊടുത്തത് കാരണം വെർട്ടിക്കലായിട്ട് ലിസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഡെപ്തിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഒരു കവർ ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഈ ഫ്ലെക്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന എലമെൻറ്റ്സ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത്, ഇതൊക്കെയാണ് ആ ഫ്ലെക്സിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ്. ഇത് ഫ്ലെക്സിൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, ഈ ക്ലാസ്സിനകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാരൻറ്റ്. ഈ പാരൻറ്റിൻ്റെ ചൈൽഡാണ് ഈ ചൈൽഡുകൾ. ഓക്കെ, ഈ ചൈൽഡുകളൊക്കെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ലേഔട്ടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ പാരൻറ്റിൽ കൊടുത്തിട്ടുള്ള ഫ്ലെക്സിനനുസരിച്ചാണ് വർക്കാവുക. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെക്സ് കണ്ടെയ്നർ, ഇതൊക്കെ ഫ്ലെക്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, പാരൻ്റ് എലമെൻറ്റ് കണ്ടെയ്നർ നമ്മൾ കൊടുക്കുന്ന പാരൻ്റ് ഡിവിനാണ് എന്ത് പറയാം, പാരൻ്റ് ഡിവ് ഓക്കെ, നമ്മൾ ഈ കൊടുക്കുന്ന എലമെൻറ്റ്സ് ഇതിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഈ 1, 2, 3 എന്നുള്ളതാണ് ഇതിൽ വരുന്ന കണ്ടന്റ്. ഇതൊക്കെ ഓരോ എലമെൻ്റ് ആയിട്ടാണ്. ഈ എലമെൻറ്റിനെല്ലാം റാപ്പ് ചെയ്തിട്ട് ഒരു മെയിൻ ഡിവ് ഉണ്ട്, അതിനാണ് പാരൻ്റ് എന്ന് പറയുക. ബാക്കിയുള്ളതൊക്കെ ആ ഡിവിൻ്റെ ചൈൽഡുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനും ഇതിൽ പ്രാധാന്യമുണ്ട്. നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമുക്ക് വെബ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റീഡബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, കാര്യമൊന്നുമില്ല. ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറയുന്നത് അതിൻ്റെ ഈ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ മെയിൻ ഡിവിനാണ് അത് പറയുന്നത്. ഇത് ഡിവ് ആണെന്നൊന്നുമില്ല, സ്പാൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കാണിച്ചു തരാം. സ്പാൻ ആയപ്പോൾ റൺ ചെയ്തപ്പോൾ സെയിം എഫക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും പാരൻ്റ് ഡിവ് ആയിരിക്കണം അല്ലെങ്കിൽ പാരൻ്റ് എലമെൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഫ്ലെക്സ് കണ്ടെയ്നറിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു ഫ്ലെക്സ് ആണ്. അതിന് കുറേ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഫ്ലെക്സ് ഡയറക്ഷൻ, ഫ്ലെക്സ് റാപ്പ്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തല്ലോ, അതേപോലെ അടുത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ഡയറക്ഷൻ, ഫ്ലെക്സ് റാപ്പ്, ഫ്ലെക്സ് ഫ്ലോ, ജസ്റ്റിഫൈ കണ്ടന്റ്, അലൈൻ ഐറ്റംസ്, അലൈൻ കണ്ടന്റ്. ഇതിൽ നമുക്ക് മിനിമം അലൈൻ ഐറ്റംസും ജസ്റ്റിഫൈ കണ്ടന്റും അലൈൻ ഐറ്റംസും നമുക്ക് മസ്റ്റാണ്. പിന്നെ ഫ്ലെക്സ് റാപ്പ്, ഫ്ലെക്സ് ഡയറക്ഷൻ അതും വരും. അലൈൻ കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രയോറിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിഫൈ കണ്ടന്റ്, അലൈൻ ഐറ്റംസും, ഫ്ലെക്സ് ഡയറക്ഷൻ, ഫ്ലെക്സ് റാപ്പ്, പിന്നെ അലൈൻ കണ്ടന്റ്, ഫ്ലെക്സ് ഫ്ലോ, ആ ഒരു രീതിയിലാണ് അധികം യൂസേജ് സാധാരണ വരാറ്. ഓക്കെ, നമുക്ക് ഇതിൽ ആദ്യത്തെ ഫ്ലെക്സ് ഡയറക്ഷൻ എന്താന്ന് നോക്കാം. The flex direction property defines in which direction the container wants to stack the flex items. അതായത് നമുക്ക് ഫ്ലെക്സിൻ്റെ ഉള്ളിലെ ഐറ്റംസ് ഏത് രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്, ഫ്ലെക്സ് ഡയറക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് അത് എന്തായിരിക്കും, റോ ആയിരിക്കും. അത് നമുക്ക് റിയാക്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതിപ്പോൾ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ബൈ ഡിഫോൾട്ടായിട്ട് അവർ ഏത് രീതിയാണ് എടുക്കുന്നത് നോക്കാം.
ബൈ ഡിഫോൾട്ട് അത് റോ ആണ്. അപ്പം നമ്മളിവിടെ കൊടുത്തിട്ട് കോളം മാറ്റിയിട്ട് റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്, ഫ്ലെക്സ് ഡയറക്ഷൻ യൂസ് ചെയ്യുന്നത് കോളായിരിക്കും. പിന്നെ ചിലത് നമ്മൾ ഫോഴ്സ്ഫുള്ളി റോയിലേക്ക് സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് ഡയറക്ഷൻ റോ എന്ന് സെപ്പറേറ്റ് എടുത്ത് കൊടുക്കുക. ഇപ്പം നമുക്കിത് കോളായിട്ട് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, താഴോട്ട് വരുന്ന രീതിയിൽ വരും. ഇതിപ്പോൾ നമുക്ക് ഫ്ലെക്സ് ഇല്ലാന്നുണ്ടെങ്കിലും നമ്മളെ ഡിവ് ഈ ഒരു രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, ചെറിയൊരു സ്പേസ് മാർജിനൊക്കെ ടോപ്പ് നിർത്തി പോയതുള്ളൂ. കാരണം ഫ്ലെക്സ് കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങൾ വരിക. അപ്പോൾ ആ ഒരു ലേഔട്ടിൻ്റെ സ്റ്റൈലൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യാം, ഫ്ലെക്സ് യൂസ് ചെയ്യാം. കണ്ടോ, ഇതെപ്പോഴും അതിനകത്ത് ഒരേ ഈക്വൽ സ്പേസ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം എന്ന് കൊടുത്തപ്പോൾ റോവും കോളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് വരും, കോളം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും, വെർട്ടിക്കലായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. ഫ്ലെക്സ് ഡയറക്ഷൻ കോളം റിവേഴ്സ് വരുന്നുണ്ട്, കോളം റോ വരുന്നുണ്ട്, റോ റിവേഴ്സും ഉണ്ട്. അത് ഒന്നുമില്ല, നമുക്ക് പരീക്ഷിച്ച് നോക്കാം. കോളം റിവേഴ്സ് നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും, റിവേഴ്സ് ആയിട്ട് വരും. അതായത് ഈ 1 അവിടെ വരും, 3ന്റെ സ്ഥാനത്ത് വരും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, 1 ഇവിടെ വന്ന്, 2 അവിടെ വന്ന്, 3 വന്നു. അപ്പോൾ കോളം റിവേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് നേരെ നമ്മൾ സോർട്ടൊക്കെ ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ താഴെ നിന്ന് മേലേക്കും മേലെ നിന്ന് താഴേക്കും അങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് റിവേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റോവും റോ റിവേഴ്സും ഉണ്ട്. റോ റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ 3, 2, 1 എന്നുള്ള രീതിയിൽ വരും. വെറും റോ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 എന്നുള്ളതും. ഈ ഒരു കേസ് നോട്ട് ചെയ്യാൻ, നമ്മളിത് കൊടുക്കുന്നതോടെ കൂടെ അതിൻ്റെ പൊസിഷന് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഇത് അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ റോ റിവേഴ്സ് കൊടുക്കുമ്പോൾ റൈറ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സെയിം കേസ് നമ്മുടെ കോളത്തിലും ഉണ്ടാകും. നമുക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കോളം റിവേഴ്സ് ആക്കിയപ്പോൾ എന്ത് വന്ന്, 1, 2, 3 നമ്മൾ അറബിയൊക്കെ എഴുതുന്ന ആ ഒരു സ്റ്റൈലിൽ വന്ന് ആ സൈഡിൽ നിന്നാണ് വരുന്നത്. 1, 2, 3 എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തപ്പോൾ ഇവിടെ 1, 2, 3 ഇത് ആ തലക്ക നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് 1, 2, 3 എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ കോളം റിവേഴ്സ് കൊടുത്ത കാരണം 3, 2, 1 എന്നുള്ള രീതിയിൽ ആ സൈഡിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോളം റിവേഴ്സ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലെക്സ് കണ്ടെയ്നറിനൊരു ഹൈറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാരൻറ്റിന് കൊടുത്ത് നോക്കാം. ഇതിൻ്റെ ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറഞ്ഞത് ഇത്രേ വരുന്നുള്ളൂ. അതാണ് നമുക്കത് ആ ഒരു ഫീച്ചർ കൂടെ കറക്റ്റ് കിട്ടാത്തത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ റോല് കണ്ട സെയിം ഡിഫറൻസ് തന്നെ നമുക്ക് അവിടെ വരും, ഈ കോളം വൈസ് സെറ്റ് ചെയ്യുമ്പോഴും വരും എന്നർത്ഥം.
അതായത് റോ റിവേഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സെയിം എഫക്റ്റ്. ഇതിപ്പോൾ ഇത്രയാണ് ഈ ഫ്ലെക്സിൻ്റെ കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത്. അതിൽ ആ സൈഡിലേക്ക് പോയി എന്നുള്ളൂ. നമുക്കിവിടെ അത്ര സ്പേസിൻ്റെ ആവശ്യമില്ലാത്തത് കാരണം എപ്പോഴും അതിനുള്ളിൽ റാപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഫ്ലെക്സിൻ്റെ ഹൈറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഓരോ എലമെൻറ്റിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണിത് ഇത്രയും സ്പേസ് ഇവിടെ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയും മൈൻഡിൽ വെക്കുക. അതായത് നമുക്ക് എന്ത് വരുന്നുണ്ട്, റോ റിവേഴ്സ്, കോളം റിവേഴ്സ്, റോ കോളം എന്നില്ല ഈ ഇത്രയും വാല്യൂസ് ഈ ഫ്ലക്സ് ഡയറക്ഷന് വരാവുന്നതാണ്. ഓക്കെ, ഇതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് കോളം ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കോളെന്നും അല്ലെങ്കിൽ റോ ആയിട്ട് വരണമെങ്കിൽ റോ എന്നുള്ളതാണ് അധികം യൂസ് ചെയ്ത് കാണാറ്. ബാക്കിയൊക്കെ നമ്മൾ കോഡിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ മാറ്റം വരുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് എൻ്റെ ഡാറ്റ ബാക്ക് എൻഡിൽ തന്നെ കറസ്പോണ്ടിങ് ചേഞ്ചസ് വരുത്തിയിട്ട് ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാണ് അധികവും ചെയ്തു വരിക. അപ്പോൾ എപ്പോഴും ബാക്ക് എൻഡിലാണ് ഇങ്ങനത്തെ ലോജിക്കൽ പാർട്ടൊക്കെ എപ്പോഴും ബാക്ക് എൻഡിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഫ്ലെക്സ് കൊടുക്കുക, ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലൊക്കെ നമ്മുടെ എലമെൻസിനെ ആക്കി മാറ്റാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഫ്ലെക്സ് റാപ്പ്. ഫ്ലെക്സ് റാപ്പ് എന്ന് പറയുന്നത് the property specifies whether the flex item should wrap or not. റാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാവുന്നില്ലേ, പൊതിയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാരൻറ്റിൻ്റെ ഉള്ളിൽ ഇതിനെ റാപ്പ് ചെയ്യണോ വേണ്ടതെന്നുള്ളതൊക്കെ ഈ ഫ്ലെക്സ് റാപ്പ് എന്നുള്ളൊരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ ബിലോ ഹാവ് 12 ഫ്ലെക്സ് ഐറ്റം ടു ബെറ്റർ ഡെമോൺസ്ട്രേറ്റ് ദ ഫ്ലെക്സ് റാപ്പ് പ്രോപ്പർട്ടി. ഓക്കെ, അതായത് ഈ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 12 എലമെൻറ്റ്സ് ഉള്ള ഒരു ഇത് വേണമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വർക്കിംഗ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും എവിടെ കിടക്കുന്നുണ്ട്, ആ പാരൻറ്റ് ഡിവിനകത്ത് തന്നെ കിടക്കും, പുറത്തോട്ട് ചാടുന്നില്ല. ഇതാണ് ഈ ഫ്ലെക്സ് റാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ഈ ഒരു ഫ്ലെക്സ് റാപ്പ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക, അപ്പോൾ ഇത് എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഓക്കെ, ഇതെന്താ സംഭവിക്കുന്നത്, നമ്മുടെ ആ ഫ്ലെക്സിനനുസരിച്ച് അത് റീസൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാക്സിമം അതിനെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ റീസൈസ് ആവുന്നുണ്ട്. ലേഔട്ടൊക്കെ ആകെ ബ്രേക്ക് ആവുന്നുണ്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് റാപ്പൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, അതിന് വേണ്ട സ്പേസ് താഴെ വെച്ചിട്ട് യൂസ് ചെയ്യും. ഇത് താഴോട്ടും ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ, ഇതാണ് ഫ്ലെക്സ് റാപ്പിൻ്റെ പ്രോപ്പർട്ടി. എല്ലാം പാരൻറ്റിൻ്റെ ഉള്ളിൽ ആ സെയിം സ്പേസോടെ കൂടെ റാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് ചിലപ്പോൾ പുറത്തോട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി വരുന്നത് നോ റാപ്പ്, അതായത് അതിൻ്റെ ഒരു വാല്യൂ ആണ് റാപ്പ് ചെയ്യണ്ട എന്നുള്ളത്. വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ റാപ്പ് ചെയ്യുന്നില്ല, നമുക്കിത് റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ആക്ച്വലി ഇവിടെ കട്ടായി പോകുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഓക്കെ, ഇവിടെ നമ്മളെ പാരൻറ്റിൻ്റെ പുറത്തോട്ട് ഈ ഒരു എലമെൻറ്റ്സ് എത്തുന്നുണ്ട്. അത് നോ റാപ്പ് കൊടുത്തപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഫ്ലെക്സിന് വരുന്ന ഫ്ലെക്സിൻ്റെ റാപ്പിൻ്റെ പ്രോപ്പർട്ടി. നമ്മൾ ഫ്ലെക്സ് റാപ്പ് നോ റാപ്പ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡിഫോൾട്ട് അങ്ങനെ തന്നെ വരിക. ഇനി ഏതെങ്കിലും കണ്ടീഷനിൽ നമുക്ക് ഇതിനെ നോ റാപ്പ് എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് റാപ്പ് നോ റാപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, അല്ലാത്ത സമയത്തൊക്കെ ഫ്ലെക്സ് റാപ്പ് തന്നെ കൊടുത്തു വെക്കുക. എന്നാൽ എന്താവും, നമ്മൾ ആ ലേഔട്ട് ബ്രേക്ക് ആയിട്ട് പുറത്തോട്ട് ചാടൂല. പിന്നെ വരുന്നത് റാപ്പ് റിവേഴ്സ്. നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെയാണ്, റിവേഴ്സ് ആയിട്ട് ഓർഡർ വരുന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കണ്ടല്ലോ 1 2 3 പറഞ്ഞ് 4 5 6. സാധാരണ എങ്ങനെയാണ് ഈ 1 2 3 മുകളിലും 7 8 6 ഒക്കെ 9 താഴെയൊക്കെ വരിക. ഇത് റിവേഴ്സ് കൊടുത്ത കാരണം
താഴേന്ന് മേലേക്ക് എന്നുള്ള രീതിയിൽ വന്നു. ഇതൊന്നും വല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഫ്രണ്ട് എൻഡിൽ വെച്ചിട്ട് അല്ലാണ്ട് ഇങ്ങനത്തെ വർക്കൊന്നും ചെയ്യില്ല. പ്രോഗ്രാമാറ്റിക്കലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബാക്ക് എൻഡ് സൈഡിലോട്ടാണ്, ബാക്ക് എൻഡ് സൈഡ് വെച്ചിട്ടാണ് ചെയ്യാറ്. റാപ്പ് റിവേഴ്സ് അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ അടുത്ത് വരുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്ലക്സ് ഫ്ലോ പ്രോപ്പർട്ടിയാണ്. ഫ്ലക്സ് ഫ്ലോ പ്രോപ്പർട്ടി is a shorthand property for setting both flux direction and flux wrap properties. നമ്മൾ ഫ്ലക്സ് ഡയറക്ഷൻ ഫ്ലക്സ് റാപ്പും ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് എന്ത്, ഫ്ലക്സ് ഫ്ലോ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് ഫ്ലോ എന്ന് പറഞ്ഞത് റോവും കൊടുക്കുക റാപ്പും കൊടുക്കുക. അതായത് ഫ്ലക്സ് ഡയറക്ഷൻ റോ, ഫ്ലക്സ് ഫ്ലോ അല്ല ഫ്ലക്സ് റാപ്പ് ഈ രണ്ട് പ്രോപ്പർട്ടി സെപ്പറേറ്റ് കൊടുക്കുന്നതിന് പകരം ഒറ്റ പ്രോപ്പർട്ടി വെച്ച് കൊടുക്കുന്നതിനാണ് ഫ്ലക്സ് ഫ്ലോ എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് പ്രോപ്പർട്ടി അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫ്ലക്സ് ഫ്ലോ ഫ്ലക്സ് റാപ്പ് ആ രണ്ടെണ്ണം സെപ്പറേറ്റ് കൊടുക്കുന്നതിന് പകരം ഫ്ലക്സ് ഫ്ലോ എന്ന് പറഞ്ഞതിൽ രണ്ട് വാല്യൂം കൊടുത്തു എന്നുള്ളൂ. സെയിം കാര്യം തന്നെ നമുക്ക് വേറെ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ മേലെ പഠിച്ച പോലെ ഫ്ലക്സ് ഡയറക്ഷൻ റോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ ഫ്ലക്സ് റാപ്പ് എന്ന് കൊടുക്കുക. ഈ സെയിം എഫക്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും, ഒരു സിംഗിൾ ലൈന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും പഠിച്ച ഒരാൾക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല, ഇതറിയേണ്ട ഒരാൾക്ക് ഇത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചില സിറ്റുവേഷനിൽ മേ ബി നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക എങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിലുണ്ട് എന്ന്. ഓക്കെ, പിന്നെ വരുന്നത് ജസ്റ്റിഫൈ കണ്ടന്റ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് വരുന്നത് നമ്മൾ ആ എലമെൻസിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഈ 1 2 3 എന്ന് പറയുന്നതൊക്കെ ഒരു സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ തലക്കെന്നോ ആ തലക്കെന്നോ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എലമെൻറ്റിനെ സെൻറ്ററിൽ നിന്നും, അതായത് നമ്മൾ ആ ഫ്ലെക്സിൻ്റെ മെയിൻ സെൻറ്ററിൽ നിന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ള ജസ്റ്റിഫൈ കണ്ടന്റ് ജസ്റ്റ് സെൻറ്റർ എന്ന് കൊടുത്തു. സെൻറ്റർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ എന്ന് കൊടുത്തത് കാരണം എവിടെ നിന്ന് വന്ന് നമ്മളെ മെയിൻ പാരൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി മുന്നേ ഉള്ളതിൽ കൊടുത്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും ജസ്റ്റ് നോക്കാം. ബൈ ഡിഫോൾട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് ഇവിടെ വാക്കൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ വൃത്തിയിൽ വരും. നമുക്ക് കാൽക്കുലേറ്ററൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പ് ലേഔട്ടാണ്. ഓക്കെ, എപ്പോഴും ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യും. ലേഔട്ടിനെ ഒരു നല്ല രീതിയിൽ റെസ്പോൺസീവ് ആക്കി മാറ്റും ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഈ ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ജസ്റ്റിഫൈ കണ്ടന്റിന് പല വാല്യൂസും വരുന്നുണ്ട്. അത് ഓരോന്നും ഇതിൽ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ഫ്ലക്സ് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററാണ് അധികം നമുക്ക് യൂസേജ് വരിക, അധികം സെൻറ്ററാണ് വരിക. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലക്സ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ CSS എന്നുള്ളത് കറക്റ്റ് സെൻറ്ററിൽ വരുത്താൻ പറ്റും. ഈ ട്യൂട്ടോറിയൽസിലെ ബട്ടൻ്റെ ഉള്ളിലുള്ള വാല്യൂ കറക്റ്റ് ഈ ഒരു സെൻറ്ററിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ഫ്ലക്സ് ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ എന്നൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് സെൻറ്ററിൽ വരും. മറ്റേത് നമ്മൾ പാഡിങ്ങും ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗസറൊക്കെ റീസൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവിടെ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് നമ്മുടെ ലേഔട്ടിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഡിസ്പ്ലേ ഫ്ലക്സിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റിഫൈ കണ്ടന്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുക്കുക, ജസ്റ്റിഫൈ കണ്ടന്റും കൊടുക്കുക.
ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. മേ ബി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ഇതെന്താ അങ്ങനെ വരാത്തെന്നുള്ള ഡൗട്ട്സൊക്കെ സ്വാഭാവികമായിട്ടും വരാവുന്നതാണ്. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ മിസ്സായി കഴിഞ്ഞാൽ അതവിടെ വർക്കാവില്ല. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഡിസ്പ്ലേ ഫ്ലെക്സിൻ്റെ കൂടെയാണ് നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുക്കേണ്ടത്. പിന്നെ ഫ്ലെക്സ് സ്റ്റാർട്ട് നമ്മൾ നേരത്തെ സെൻറ്ററിൽ കൊടുത്ത പോലെ തന്നെ അടുത്തൊരു വാല്യൂ ആണ് ഫ്ലെക്സ് സ്റ്റാർട്ട്. ഇതാണ് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മളെ ഫ്ലെക്സിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്ന ജസ്റ്റിഫൈ കണ്ടന്റിൻ്റെ ഡിഫോൾട്ട് വാല്യൂ അത് തന്നെ ആയിരിക്കും. നമ്മൾ ഇൻ കേസ് ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഫ്ലെക്സ് സ്റ്റാർട്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അത് ട്രൈ ചെയ്യുന്നൊന്നുമില്ല, ഡിഫോൾട്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസും നമുക്ക് തോന്നില്ല. പിന്നെ വരുന്നത് ഫ്ലെക്സ് എൻഡ്. നമുക്ക് ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് മറ്റേത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇത് നേരെ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇവിടെ എലമെന്റ് വരുന്നതനുസരിച്ച് ഈ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി വരും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലെക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേഔട്ട്, അതായത് ഇതിനകത്തുള്ള ഇതിൻ്റെ ഒരു ലേഔട്ട് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക്. അപ്പോൾ അതിലുള്ള വാല്യൂസും പ്രോപ്പർട്ടീസൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി ട്യൂട്ടോറിയൽ വെച്ച് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണം നമുക്കൊന്നും കൂടെ സ്പീഡാക്കാൻ പറ്റും, ക്ലാസ് ഒന്നും കൂടെ സ്പീഡാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഞാൻ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. മറ്റേത് എനിക്കറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് നോളജ് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. ഇത് നാളെ നിങ്ങൾക്കും ഈ ഒരു സെയിം ഏരിയ ചെക്ക് ചെയ്യേണ്ടി വരും, റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ റെഫർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് അതും കൂടെ ഇതിൽ പകർന്നു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫ്ലെക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ മുന്നേ ഒരു വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഇൻട്രാക്റ്റീവ് കോഴ്സാണ്, ഒപ്പം ചെയ്തു വരുന്നൊരു രീതിയിലൊക്കെ ആയിരുന്നു. ഈ ക്രാഷ് കോഴ്സ് പോലെ ആയിരുന്നില്ല. അപ്പോൾ അതിൽ അത്രയും ഡീപ്പായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡിസൈൻസൊക്കെ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ യൂട്യൂബ് ലിങ്കിൻ്റെ താഴെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റിഫൈ കണ്ടന്റ് ഫ്ലെക്സ് എൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആ കണ്ടെയ്നറിൻ്റെ എൻഡിലോട്ട് വരും എന്നുള്ളത് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടന്റിൻ്റെ ഇതാണ് നമ്മളെ പാരന്റ്. ഇത് കുറച്ച് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഹൈറ്റ് ഉണ്ടെങ്കിലും ഇത് അവിടെ വരും, ആ താഴെ ആണ് നിൽക്കുന്നുണ്ടാവുക. സപ്പോസ് ഹൈറ്റ് ഈക്വൽ ടു 900 px. ഓക്കെ, ഈ എലമെന്റ് ഓട്ടോ സൈസിങ് ആണ്, അത് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കാം. എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു ഇതാണ്. നമുക്ക് ക്ലാസ് ആയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം, എന്നാലേ അതിൽ റിഫ്ലക്റ്റ് ആവുള്ളൂ. ഇത് നമ്മൾ CSS മാത്രം എഴുതി വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ലോഡായിട്ടില്ല. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്.
ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡിവ്, ഈ ഡിവിനെ ഓവർ റൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഹൈറ്റ് വിഡ്ത്ത് രണ്ട് റിമൂവ് ചെയ്യട്ടെ. ഇത് ആക്ച്വലി അതിനകത്തുള്ള ഡിവ് എന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ യൂസ് വരുന്നുണ്ട്. മാർജിൻ ഓക്കെ. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളെ എലമെൻറ്റ് നേരത്തെ ഇത്രയും സ്പേസ് കൂടെ യൂസ് ചെയ്തിരുന്ന് ഈ ഒരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ഹൈറ്റും വിഡ്ത്തും കൊടുക്കാത്തത് കാരണമാണ് എന്ത് സംഭവിച്ചിരുന്നത്, ഈ കംപ്ലീറ്റ് സ്പേസ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലും അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലും റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലും സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ ഒരു എൻ്റയർ ബോക്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ വെർട്ടിക്കലി ഉള്ള സെൻറ്റർ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും, ഈ റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബോട്ടത്തിലുള്ള ഈ ലെഫ്റ്റും സെൻറ്ററും റൈറ്റും ഈ ഒരു ഏത് സൈഡിൽ നിന്നും നമുക്ക് എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെക്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റ് നമ്മൾ റോ വൈസ് ഇത് എവിടെ വരണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് ജസ്റ്റിഫൈ കണ്ടൻറ്റിൻ്റെ പ്രോപ്പർട്ടി പറയുന്നത്. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണോ, സെൻട്രൽ സ്റ്റാർട്ട് ചെയ്യണോ, അതോ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ. അതുപോലെ തന്നെ വെർട്ടിക്കലി നമുക്ക് ഏത് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ ഇതിൻ്റെ ഫ്ലെക്സ് എൻഡിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ നോക്കി. സ്പേസ് അറൗണ്ട് കൊടുക്കുന്നത് ആ ഓരോ എലമെൻസിൻ്റെ ഇടയിൽ എന്ത് വരും, ഒരു സ്പേസ് വരും. അതാണ് സ്പേസ് അറൗണ്ട് എന്ന് പറയുന്നത്. സ്പേസ് അറൗണ്ട് കൊടുത്തിട്ടുള്ള നമ്മൾ ജസ്റ്റ് എന്താണ് ഫ്ലെക്സ് എൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യുന്ന രീതി എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. സ്പേസ് അറൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ ഇടയിൽ സ്പേസ് വരുന്ന രീതിയിൽ ചെയ്യും. ഓക്കെ, ഇതാണ് ആ എലമെൻറ്റിൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു സ്പേസ് അവിടെ എപ്പോഴും കീപ്പ് ചെയ്യും, ഒരു യൂണിഫോമിറ്റി അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്പേസ് അറൗണ്ട് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, സ്പേസ് അറൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുമ്പോൾ രണ്ട് സൈഡിലും നോക്കും, ഈ ഭാഗവും നോക്കും, ഈ ഭാഗവും കൺസിഡർ ചെയ്യും. സ്പേസ് ബിറ്റ്വീൻ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഓരോ എലമെൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഈ ഒരു എലമെൻ്റ് ആയിട്ട് ഈ ഒരു എലമെൻ്റ് ഇവിടെ വരുന്നത്, ഈ എലമെൻ്റ് ആയിട്ട് ഈ എലമെൻ്റ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്നുള്ള രീതിയിലാണ് സ്പേസ് ബിറ്റ്വീൻ എന്ന് വരുന്നത്. അതും കാര്യമായിട്ട് നമുക്ക് പറയാനില്ല, അത്ര തന്നെ ഉള്ളൂ. ഈ കാണുന്നത് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും, അല്ലെങ്കിൽ മനസ്സിലാവും. പിന്നെ നമ്മളിപ്പോൾ ഇത്രയും നേരം നോക്കിയിരുന്നത് ജസ്റ്റിഫൈ കണ്ടെന്നുള്ള പ്രോപ്പർട്ടിൻ്റെ പല പല വാല്യൂസാണ്. അടുത്ത ഇനി നോക്കുന്നത് അലൈൻ ഐറ്റംസ് എന്നുള്ള പ്രോപ്പർട്ടിയാണ്.
ആ പ്രോപ്പർട്ടിയാണ് നമുക്ക് വെർട്ടിക്കലി ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഇതിൽ വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഫ്ലെക്സ് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഫ്ലെക്സ് ഡയറക്ഷൻ കോളം റോ ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇതിൽ അലൈൻ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു വാല്യൂ ആണ് സെൻറ്റർ. അതായത് നമ്മുടെ ഫ്ലെക്സ് കണ്ടെയ്നർ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഇനീഷ്യലി ഇവിടെ നിന്നാണ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ അലൈൻ ഐറ്റം സെൻറ്ററിന് കൊടുത്ത സമയത്ത് എന്ത് സംഭവിച്ച് ഇതിൻ്റെ ഈ ഒരു പാരൻറ്റ് ഡിവിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നു. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് ഇതിന് ജസ്റ്റിഫൈ കണ്ടന്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വരുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെക്സ് എൻഡ് ഉണ്ട്. അപ്പോൾ അത് എവിടെ വരും? ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഫ്ലെക്സ് എൻഡ് കൊടുത്തപ്പോൾ ഈ ഒരു സൈഡിൽ വന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ അലൈൻ ഐറ്റംസും ജസ്റ്റിഫൈ കണ്ടന്റും ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലെക്സിൻ്റെ ഉള്ളിൽ ഈ എലമെൻറ്റ്സ് എവിടെ വരണം എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ഫ്ലെക്സ് എൻഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഓക്കെ, അലൈൻ ഐറ്റംസ് പറഞ്ഞിട്ടില്ല. അലൈൻ ഐറ്റത്തിൻ്റെ വാല്യൂവിലും ഫ്ലെക്സ് എൻഡ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്? സെൻറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഈ സെൻറ്ററിന് പകരം ഞാനിവിടെ ഫ്ലെക്സ് എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ വരും എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് അലൈൻ ഐറ്റംസ് എങ്ങനെ വർക്ക് ചെയ്യുക? ഓരോ റോ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ്. അതായത് വെർട്ടിക്കൽ ലെവലിലേക്കാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ വരണോ ഇവിടെ വരണോ ഇവിടെ വരണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ബൈ ഡിഫോൾട്ട് അത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സെൻറ്ററിന് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി, അലൈൻ ഐറ്റംസ് ആണ്. ഓക്കെ, ഫ്ലെക്സ് എൻഡ് കൊടുത്തപ്പോൾ അവിടെ വന്ന് നമ്മുടെ ഈ പാരന്റ് ഡിവിൻ്റെ ഏറ്റവും താഴെ വന്ന് സെൻറ്റർ കൊടുത്താൽ ഇവിടെ വരും. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ വരും? മുകളിൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അലൈൻ ഐറ്റംസും ജസ്റ്റിഫൈ കണ്ടന്റും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പൊസിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സ്ട്രെച്ചാണ്. സ്ട്രെച്ചിൻ്റെ മീനിങ് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അലൈൻ ഐറ്റം സ്ട്രെച്ചസ് ദ ഫ്ലെക്സ് ഐറ്റം ടു ഫിൽ ദ കണ്ടെയ്നർ. ദിസ് ഈസ് ഡിഫോൾട്ട്. ഡിഫോൾട്ടായിട്ട് അലൈൻ ഐറ്റംസ് സ്ട്രെച്ച് എന്നുള്ള വാല്യൂ ആണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ സ്പേസ് കൺസ്യൂം ചെയ്യുന്നത്. നമുക്കത് ഒഴിവാക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് അതിൻ്റെ വാല്യൂ സ്ട്രെച്ച് ആണ് ഡിഫോൾട്ട്. നമുക്കതല്ലാതെ ബേസ് ലൈൻ കൊടുക്കാൻ പറ്റും. ബേസ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇമാജിൻ ചെയ്യുക, നമ്മുടെ പാരലൽ ഡിവിന് ഒരു ബേസ് ലൈൻ ഉണ്ട്, ഒരു ഇമാജിനറി ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആക്കിയിട്ട് വരുന്ന ഒരു സ്റ്റൈലിംഗ് ആണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. നമുക്കത് അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഈ സ്ട്രെച്ച് മാറ്റിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എന്താ വരുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ബേസ് ലൈൻ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. വേറെ പ്രോപ്പർട്ടി അലൈൻ കണ്ടന്റ് ആണ്. കണ്ടന്റ് നമുക്ക് ഓരോ രീതിയിൽ അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അലൈൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 ഇത് ഇതിന് നടുക്ക് വരാതെ എവിടെ വന്ന് രണ്ട് അറ്റത്ത് വരുന്നുണ്ട്. ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നോർമലി നമ്മളെ കണ്ടന്റ് വരുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇതിലിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് അലൈൻ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ ആണ്. ഇത്രയും എലമെൻറ്റ് ഇവിടെ ഇട്ടതിന് ശേഷം അടുത്ത കൊടുക്കും. ബൈ ഡിഫോൾട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് വരിക. നമുക്ക് ഇവിടെ അതിനിടക്ക് സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിനുള്ളിലെ കണ്ടൻറ്റ് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിക്ക് മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ സ്പേസ് ബിറ്റ്വീൻ ഉണ്ട്, അറൗണ്ട് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അറൗണ്ട് ട്രൈ നോക്കാം. ഓക്കെ, അറൗണ്ട് അവൈലബിൾ ആണ്. സ്പേസ് അറൗണ്ട് കൊടുത്തപ്പോൾ ഇതിന് മുകളിലും താഴെയും സ്പേസ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അലൈൻ കണ്ടന്റിനും ഇതിനൊക്കെ വരാവുന്ന പോസിബിൾ വാല്യൂസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഗൂഗിൾ ഇതാ കിട്ടാവുന്നതാണ്. ഇപ്പോൾ ഇവർ ഈ ഒരു ഡെമോയിൽ കൊടുത്തത് മാത്രമാവില്ല. സ്പേസ് ബിറ്റ്വീൻ വരാം, സ്പേസ് അറൗണ്ട് വരാം, സ്ട്രെച്ച് വരാം, സെൻറ്റർ വരാം. ഇതൊക്കെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. സ്ട്രെച്ച് കൊടുത്തു നോക്കാം. സ്ട്രെച്ചായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിതിന് സൈസ് ആവുന്നതിനനുസരിച്ച് സ്ട്രെച്ചായി നിൽക്കുന്നുള്ളതാണ്. ഓക്കെ, അത് 12 മേലെ കയറുന്നില്ല. ഓക്കെ, ഇത്രയും സ്പേസിൽ എന്ത് ചെയ്ത് സ്ട്രെച്ചായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വരുന്നത് സെൻറ്റർ ഉണ്ട്. സെൻറ്റർ കൊടുത്തു നോക്കാം. ഓക്കെ, നമ്മളൊരു നോർമൽ എല്ലാം സെൻറ്ററിൽ ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഫ്ലെക്സ് സ്റ്റാർട്ട് വരുന്നുണ്ട്. നോർമലി നമ്മൾ ബൈ ഡിഫോൾട്ട് ചെയ്യുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ കൂടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ ആ രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമ്മളത് കൊടുത്ത സമയത്ത് ഈ അലൈൻ കണ്ടന്റ് ബൈ ഡിഫോൾട്ട് സ്ട്രെച്ച് ആയിരിക്കും വരുന്നുണ്ടാവുക. അത് റിമൂവ് ചെയ്തിട്ട് എന്തായി സെൻറ്ററിന് ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രെച്ച് എന്നുള്ള പ്രോപ്പർട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, ബൈ ഡിഫോൾട്ട് നമ്മൾ അലൈൻ കണ്ടന്റിന് സ്ട്രെച്ച് ആണെന്ന് അവിടെ കണ്ടല്ലോ അല്ലേ. ഇതാണ് ബൈ ഡിഫോൾട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അലൈൻ കണ്ടന്റ് ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് സെൻറ്റർ നോക്കി ഫ്ലെക്സ് സ്റ്റാർട്ട് നോക്കി ഫ്ലെക്സ് എൻഡ് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. നേരത്തെ വന്ന പോലെ തന്നെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന്, എൻഡ് കൊടുക്കുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിലായിരിക്കും. പിന്നെ ഓക്കെ, ഇതിൽ നമുക്ക് മെയിൻ കോമൺ ആയിട്ട് അധികം 90% യൂസ് വരിക നമുക്ക് എന്ത് ചെയ്യണം, ഒരു എലമെൻറ്റിനെ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ സെൻറ്ററിൽ പൊസിഷൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ നമുക്ക് ഈ ഫ്ലെക്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നതുള്ളൂ. വേറെ നമുക്ക് അളന്ന് നോക്കിയിട്ട് ഹൈറ്റും വിഡ്ത്തും അല്ലെങ്കിൽ പാഡിങ്ങും മാർജിനും ആഡ് ചെയ്ത് കൊടുത്ത് സെൻറ്ററിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ഇത് പറയുന്നത്. അതിൽ ഫ്ലെക്സ് ഇത് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്പ്ലേ ഫ്ലെക്സ്, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ, അലൈൻ ഐറ്റം സെൻറ്റർ, ഈ 3 പ്രോപ്പർട്ടി മാത്രം മതി. ഓക്കെ, പിന്നെ ഓക്കെ, ഫ്ലെക്സ് ബോക്സ് കണ്ടെയ്നർ പ്രോപ്പർട്ടി വരുന്നത് അലൈൻ കണ്ടന്റ്, അലൈൻ ഐറ്റംസ്, ഡിസ്പ്ലേ, ഫ്ലെക്സ് ഡയറക്ഷൻ, ഫ്ലെക്സ് ഫ്ലോ, ഫ്ലെക്സ് റാപ്പ്, ജസ്റ്റിഫൈ കണ്ടന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ക്ലാസ് നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാം. കാരണം ഇത് അത്യാവശ്യം ഹെവി ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയേ മതിയാവും. കാരണം നമ്മളെ HTML CSS ഓൾമോസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെക്സ് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉണ്ട്. ടാസ്ക് നിങ്ങൾ ഒപ്പം ചെയ്ത് തന്നെ വേണം, എന്നാലേ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ലെവലിലുള്ള എക്സാമ്പിൾസൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടാസ്ക് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. വിത്തിൻ 2 or 3 days യു ക്യാൻ സ്റ്റാർട്ട്
ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇനി ഫ്ലെക്സ് ഐറ്റംസും ഫ്ലെക്സ് റെസ്പോൺസീവും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞാൽ മെയിൻലി നിങ്ങൾ HTML CSS നിങ്ങൾക്ക് ഒന്നും കൂടെ തറോ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേ മതിയാവും. അപ്പം നമുക്ക് ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാട്സപ്പിലൂടെ ചോദിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.